കുട്ടിക്കാലത്തെ ഭാവനകളെ സമ്പന്നമാക്കിയ യവന കഥകളുടെ നാട്, സാഹിത്യത്തിൻ്റെയും തത്വചിന്തയുടെയും ഒളിമ്പിക്സിൻ്റെയും ജന്മദേശം. നാടോടിക്കഥകളിൽ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള യവന രാജ്യം, അതാണ് ഗ്രീസ്. ഭാരതീയ സംസ്കാരവുമായി ഏറെ ചേർന്ന് കിടക്കുന്നതും പുരാണ ഭാരതവുമായി ഏറെ ബന്ധമുള്ളതുമായ ഒരു രാജ്യമാണ് ഈ പഴയ യവനഭൂമി. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വപ്നഭൂമിയാണ് ഗ്രീസ്. ഔദ്യോഗികമായി ഹെല്ലനിക് റിപ്പബ്ലിക് എന്നറിയപ്പെടുന്ന ഗ്രീസ് തെക്കുകിഴക്കൻ യൂറോപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. അൽബേനിയ, മാസിഡോണിയ, ബൾഗേറിയ, തുർക്കി എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിട്ടുകൊണ്ട് മെഡിറ്ററേനിയൻ സമുദ്രതീരത്താണ് ഗ്രീസിന്റെ കിടപ്പ്. സമുദ്രത്തോട് ചേർന്നു കിടക്കുന്ന ഏറ്റവും നീളമേറിയ തീരപ്രദേശമാണ് ഈ രാജ്യത്തിന്റെ പ്രധാന സവിശേഷത. ആയിരക്കണക്കിന് ദ്വീപുകൾ ചേർന്നാണ് ഗ്രീസ് എന്ന രാഷ്ട്രം രൂപീകൃതമായിട്ടുള്ളത്. 6000-ഓളം ദ്വീപുകളാണ് ഈ മെഡിറ്ററേനിയൻ രാജ്യത്ത് ഉള്ളത്. എന്നാൽ ഇവയിൽ 200 ദ്വീപുകളിൽ മാത്രമാണ് ജനവാസമുള്ളത്. മനോഹരമായ മെഡിറ്ററേനിയൻ തീരവും ആയിരക്കണക്കിന് ദ്വീപുകളുമൊക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ 80% പർവ്വതങ്ങളാണ് എന്നുള്ളതാണ് ഗ്രീസിന്റെ ഏറ്റവും വലിയ സവിശേഷത. ചരിത്രത്തിന്റെയും പൗരാണിക നാഗരികതയുടെയും വാഗ്ദത്ത ഭൂമിയാണ് ഗ്രീസ്. ഈ സവിശേഷതകളാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. യവനകഥകളിൽ കേട്ടറിഞ്ഞ ഈ രാജ്യം സന്ദർശിക്കാനായി കോടിക്കണക്കിന് സഞ്ചാരികളാണ് ഓരോ വർഷവും എത്തുന്നത്. ഗ്രീസിൽ 1,04,00,000 മാത്രമാണ് ആകെ ജനസംഖ്യയുള്ളത്. എന്നാൽ ജനസംഖ്യയേക്കാൾ ഇരട്ടിയിലേറെ വിനോദസഞ്ചാരികൾ എല്ലാ വർഷവും ഗ്രീസ് സന്ദർശിക്കുന്നുണ്ടെന്നാണ് കണക്ക്. വർഷം തോറും 3 കോടിയിലേറെ അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളാണ് ഗ്രീസിന്റെ മനോഹര കാഴ്ച ആസ്വദിക്കാനായി വന്നെത്താറുള്ളത്. ഗ്രീസിലെ ഏറ്റവും വലിയ നഗരം തലസ്ഥാന നഗരമായ ഏഥൻസ് ആണ്. ഗ്രീക്കാണ് രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷ. ഇംഗ്ലീഷും വ്യാപകമായി ഉപയോഗിക്കപ്പെടാറുണ്ട്. രാജ്യത്തെ ജനങ്ങളിൽ 93% ക്രിസ്തുമത വിശ്വാസികളാണ്. അവയിൽ തന്നെ 90% പേരും ഗ്രീക്ക് ഓർത്തഡോക്സ് വിശ്വാസികളാണ്. ഒളിമ്പിക്സിന്റെ ജന്മദേശം കൂടിയാണ് ഗ്രീസ്. ഗ്രീക്ക് ദേവന്മാരുടെ രാജാവായ സിയൂസിനോടുള്ള ആദരസൂചകമായി BC 700-ൽ തെക്കൻ നഗരമായ ഒളിമ്പിയയിലാണ് ആദ്യത്തെ ഒളിമ്പിക് ഗെയിംസ് നടന്നത്. സ്പ്രിന്റിംഗ്, ലോങ് ജമ്പ്, ഡിസ്കസ്, ജാവലിൻ, ഗുസ്തി, തേരോട്ടം തുടങ്ങിയ ഇനങ്ങളായിരുന്നു ആദ്യകാലത്തെ ഒളിമ്പിക്സിൽ മത്സര ഇനങ്ങളായി ഉണ്ടായിരുന്നത്. ഒളിമ്പിക്സിന്റെ ആദ്യകാല പതിപ്പുകളിൽ എല്ലാം തന്നെ പുരുഷന്മാർക്ക് മാത്രമേ മത്സരിക്കാനാകുമായിരുന്നുള്ളൂ. AD 393-ൽ റോമാക്കാർ ഗ്രീക്ക് സാമ്രാജ്യത്തെ കീഴടക്കിയതോടെ ഒളിമ്പിക് മത്സരങ്ങൾ നിരോധിച്ചിരുന്നു. പിന്നീട് 1896-ൽ ഏഥൻസിൽ വെച്ച് വീണ്ടും ഒളിമ്പിക്സ് പുനരാരംഭിക്കുകയായിരുന്നു. പൗരാണിക കാലത്ത് കിഴക്കൻ മെഡിറ്ററേനിയൻ മുതൽ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ അതിർത്തി വരെ വ്യാപിച്ചു കിടന്നിരുന്ന വലിയൊരു സാമ്രാജ്യമായിരുന്നു ഗ്രീക്ക് സാമ്രാജ്യം. അലക്സാണ്ടർ ചക്രവർത്തിയാണ് ഈ വിശാലമായ സാമ്രാജ്യം സ്ഥാപിച്ചത്. ഭാരതവും ഗ്രീസും തമ്മിലുള്ള പുരാതന ബന്ധത്തിന്റെ ആരംഭവും അവിടെ മുതലായിരുന്നു. പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമായാണ് ഗ്രീസ് കണക്കാക്കപ്പെടുന്നത്. 1830-ന് ശേഷമാണ് ഗ്രീസ് ഒരു ആധുനിക രാഷ്ട്രമായി ഉയർന്നു വന്നത്. നിരവധി ആഭ്യന്തര യുദ്ധങ്ങൾക്കും സ്വേച്ഛാധിപത്യത്തിനും ഒക്കെ സാക്ഷിയായ ഗ്രീസ് 1974-ലാണ് പൂർണ്ണമായും ജനാധിപത്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. മനോഹരമായ മെഡിറ്ററേനിയൻ തീരങ്ങളും പർവ്വതങ്ങളും കുന്നുകളും തടാകങ്ങളുമെല്ലാമായി കാഴ്ചക്കാരുടെ മനസ്സു നിറയ്ക്കുന്ന പ്രകൃതിയാണ് ഗ്രീസിനെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനാക്കി മാറ്റുന്നത്. മൊത്തം ഭൂവിസ്തൃതിയുടെ 80%-ഓളം പർവ്വതങ്ങളുള്ള ഗ്രീസിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം പുരാണ ഗ്രീക്ക് ദൈവങ്ങളുടെ വാസസ്ഥലമായി അറിയപ്പെടുന്ന മൗണ്ട് ഒളിമ്പസ് ആണ്. മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളെയും അപേക്ഷിച്ച് ഗ്രീസിന്റെ GDP-യുടെ ഏകദേശം 20% വിനോദസഞ്ചാര മേഖലയിലാണ്. രാജ്യത്തിന്റെയും ജനങ്ങളുടെയും പ്രധാന വരുമാന മാർഗവും ടൂറിസം തന്നെയാണ്. തലസ്ഥാന നഗരമായ ഏഥൻസ് ആണ് ഗ്രീസിലെത്തുന്ന സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷൻ. ഗ്രീക്ക് പുരാണമനുസരിച്ച് ജ്ഞാനത്തിന്റെയും യുദ്ധത്തിന്റെയും ദേവതയായ അഥീനയുടെ പേരിലാണ് ഏഥൻസ് അറിയപ്പെടുന്നത്. അഥീന ഗ്രീക്ക് ജനതയ്ക്ക് വരമായി നൽകിയ ഒലിവ് വൃക്ഷത്തെ ഇന്നും സാംസ്കാരിക അടയാളമായി
കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ. ഗ്രീസിലാകെ 12 കോടിയിലേറെ ഒലിവ് മരങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. ഏറ്റവും കൂടുതൽ ഒലിവ് ഉൽപ്പാദിപ്പിക്കുന്ന 3ാമത്തെ രാജ്യവും കൂടിയാണ് ഗ്രീസ്. സമ്പന്നമായ കലാസാംസ്കാരിക വൈവിധ്യം കൂടിയാണ് ഗ്രീസിനെ മറ്റു രാജ്യങ്ങളിൽ നിന്നും വേറിട്ടതാക്കുന്നത്. നാടകങ്ങളുടെ ജന്മദേശമായി അറിയപ്പെടുന്ന ഗ്രീസ് ഇന്നും ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാടകവേദികളുള്ള രാജ്യമാണ്. കൂടാതെ പരമ്പരാഗതമായ 4000-ഓളം നൃത്തരൂപങ്ങളും ഗ്രീക്ക് ജനതയ്ക്ക് സ്വന്തമായുണ്ട്. ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ധാരാളം സാംസ്കാരിക സ്ഥലങ്ങളും ഇവിടെ കാണാൻ കഴിയും. അപ്പോളോ ക്ഷേത്രം, ഏതൻസിലെ അക്രോപോളിസ് തുടങ്ങി 18ഓളം യുനെസ്കോ പൈതൃക പ്രദേശങ്ങളാണ് ഗ്രീസിലുള്ളത്. സാന്റോറിനി ബീച്ച് പോലെയുള്ള അതിമനോഹരമായ കടൽ തീരങ്ങളും ധാരാളം മ്യൂസിയങ്ങളും മെഡിറ്ററേനിയൻ ശൈലിയിലുള്ള മികച്ച ഭക്ഷണവും മനോഹരമായ ഭൂപ്രകൃതിയും തന്നെയാണ് യൂറോപ്പിലെ തന്നെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി ഗ്രീസിനെ മാറ്റുന്നത്.